ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളോട് സുഖമായിരിക്കുകയാണ്. അപ്പോൾ ഞാനപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിടെയായിട്ട് ഞാനൊരു ബേബി ഗേൾ സിംറ്റംസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഒത്തിരി പേര് ചോദിക്കുന്നു ബേബി ബോയ് സിംറ്റംസ് ഇടാൻ. അപ്പോൾ ബേബി ബോയ് സിംറ്റംസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും നല്ല ആരോഗ്യത്തോടും ആയുസ്സോടും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഫൺ ഫാക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും ഒരുപോലെ ആണെന്നില്ല. ഓരോ സ്ത്രീകൾക്കനുസരിച്ച് അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് മാറാം. അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ആയില്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. നമ്മൾ കുറേ പേരെ കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് പുരുഷന്മാരെയൊക്കെ കൂടുതൽ ഒരു ക്യൂരിയോസിറ്റിയാണ് അമ്മമാർക്ക്, അതായത് സ്ത്രീകൾക്ക്. ഗർഭിണി ആവണം മുതൽ തന്നെ നമ്മൾ സ്ത്രീകൾ അമ്മമാരായി കഴിഞ്ഞല്ലോ. അപ്പോൾ എന്താവും, പെൺകുട്ടിയാവോ അതോ ആൺകുട്ടിയാവോ, ഏത് പാട്ട് പാടി ഓർക്കണം എന്ന മുതൽ കുറേ കാര്യങ്ങളുണ്ടാവും നമ്മുടെ സ്ത്രീകളുടെ മനസ്സിലല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിംറ്റം എന്താണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ബേബിയുടെ ഹാർട്ട് ബീറ്റ് തന്നെയാണ്. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു 140 ആ ഒരു റേഞ്ചിലാണെങ്കിൽ ബേബി ബോയ് ആയിരിക്കും. അതായത് 140ക്ക് താഴെ അങ്ങനത്തെ ഒരു റേഞ്ചാണെങ്കിൽ ബേബി ബോയ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചില കേസിൽ നമ്മൾ പറയില്ലേ, പ്രഗ്നൻ്റ് ആണെന്ന് സ്ട്രിപ്പിൽ കണ്ടു അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു, പക്ഷേ നമ്മൾ പോയി സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല, കുറച്ച് വൈകി അങ്ങനെയൊക്കെ. അങ്ങനത്തെ കേസിലും ബേബി ബോയ്ക്കാണ് ചാൻസ് കൂടുതൽ. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഡെലിവറി കഴിഞ്ഞ് ബേബി ബോയ് ആണെന്ന്. എനിക്കുണ്ടായ സിംറ്റംസ് കൂടി ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വയറിൻ്റെ വലുപ്പമാണ്. വയറിൻ്റെ വലുപ്പം നോക്കിയിട്ടും നമുക്ക് ബേബി ബോയ് ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ബേബി ബോയ് ആണെങ്കിൽ വയറിൻ്റെ വലുപ്പം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒന്നിക്ക് കുറച്ച് താഴ്ന്നിട്ട്, അതല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവ്. ചിലർ പറയും ഗർഭിണിയാണെന്ന് തന്നെ ഒരു 4-5 മാസമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്, അത്രയ്ക്കും കുഞ്ഞായിരുന്നു, അങ്ങനെയൊക്കെ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിനോടുള്ള ആ ഒരു ഇഷ്ടം. അതായത് ബോയ് ബേബി ആണെങ്കിൽ നമുക്ക് പുളി, എരിവ്, മസാലകൾ അങ്ങനത്തെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. പിന്നെ നമുക്ക് ബോയ് ബേബീസിനെ ആണെങ്കിൽ ഈവനിങ് സിക്നസ് ആയിരിക്കും കൂടുതൽ. വൈകിട്ടായിരിക്കും നമുക്ക് ക്ഷീണം, തളർച്ച അങ്ങനെയൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോയ് ബേബീസ് ആണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാനും അതുപോലെ തന്നെ സ്കിന്ന് ഹാർഡാവും ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സ്കിന്നൊക്കെ എന്താണാവോ, അതുപോലെ മുഖത്തൊക്കെ ഇങ്ങനെ ഒരുമാതിരി വല്ലാത്ത ഡ്രൈ ആയിട്ട് നമുക്ക് എപ്പോഴും ക്രീമോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ തേക്കേണ്ട അങ്ങനത്തെ ഒരു നേച്ചറായിരിക്കും. പിന്നെ കൂടുതലായിട്ട് ബോയ് ബേബീസിനെ ക്യാരി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈമുട്ട്, അതുപോലെ കൈയിൻ്റെ എന്താ പറയുക കഷം, അതുപോലെ തന്നെ അങ്ങനത്തെ കഴുത്ത്, അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് ഭയങ്കര ഡാർക്കാവും. കഴുത്തൊക്കെ ഗേൾ ബേബീസിനാണെങ്കിലും ഡാർക്കാവും, എന്നാൽ പോലും മൊത്തത്തിൽ ഡാർക്ക്നെസ് കൂടും ബേബി ബോയ്സിനാണെങ്കിൽ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മുടിയുടെ കാര്യമാണ്. അതായത് നമ്മൾ ബോയ് ബേബീനെയാണ് ക്യാരി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായി കൂടും. തലയിൽ മാത്രമല്ല, കയ്യിൽ, കാലിൽ അങ്ങനെയൊക്കെ. അത് ചെറിയ ലെവലിലായിരിക്കും, പക്ഷേ തലമുടിയിലത്തെ മുടി കൊഴിച്ചൽ കുറയും. അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്താവും, സിൽക്കിയാവും, ഭയങ്കരമായിട്ട് തന്നെ ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ബോയ് ബേബീസ് ആകുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോയ് ബേബീസിനെയാണ് ക്യാരി ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഹോർമോൺ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മൊത്തത്തിൽ ബോഡിയിൽ ഹെയർ ഗ്രോത്ത് കൂടുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് തലവേദന. ബോയ് ബേബീസിനെ ക്യാരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് തലവേദന, അതിങ്ങനെ അടുപ്പിച്ച് കുറേ നാളുകൾക്ക് നമുക്ക് തലവേദന ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂറിനാണ്. യൂറിൻ ഭയങ്കര ഡാർക്ക് യെല്ലോ ആണെങ്കിൽ ബോയ് ബേബി ആയിരിക്കും. പിന്നെ നമ്മൾ ബേബി ബോയ്സിനെയാണ് ക്യാരി ചെയ്യണമെങ്കിൽ വയറ് മാത്രമാണ് വലുതാവുക. പിന്നെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ മോർണിംഗ് സിക്നസ് ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് വൈകിട്ടായിരുന്നു ഭയങ്കര ക്ഷീണം, തളർച്ച അങ്ങനെയൊക്കെ. പിന്നെ ഛർദി ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പകരം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയുണ്ടായിരുന്നു മുഖമൊക്കെ. മുഖത്തുനിന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊടിയായിട്ടൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ശരിക്കും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കും ഇതെന്താണാവോ ആ ഒരു രീതിയിൽ.
പിന്നെ എൻ്റെ മോന് സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ ഹാർട്ട് ബീറ്റ് റേറ്റ് 140 ആയിരുന്നു. അതുകൊണ്ട് ഗേളാണോ ബോയ് ആണോ എന്ന് വെച്ചാൽ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ബോയ് ബേബിയായി. പിന്നെ വയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ പരന്ന വയറൊന്നായിരുന്നില്ല. പിന്നെ യൂറിൻ നല്ല ഡാർക്ക് യെല്ലോ കളർ തന്നെയായിരുന്നു. പിന്നെ മുടിയൊന്നും അങ്ങനെ ഓവറായിട്ട് കൊഴിച്ചിലൊന്നും ഇല്ലായിരുന്നു. മോളായിരുന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മുടി കൊഴിഞ്ഞു പോയിരുന്നു. ഇതിപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴും തലവേദനയായിരുന്നു. ഒരു 3 മാസമൊക്കെ മുതൽ എപ്പോഴെന്ന് പറഞ്ഞാൽ അത്രയും തലവേദന. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പെനഡോൾ തന്നു. അത്രയും തലവേദന എടുക്കുവാണെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്, പിന്നെ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് തലവേദന ഉണ്ടാവുമെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സിംറ്റംസ്. എൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എത്രത്തോളം ശരിയാവുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മളൊരു ഫൺ ഫാക്റ്റായിട്ട് എടുക്കുക. പ്രഗ്നൻസി ടൈമിൽ ചില നരമ്പുകളായിട്ട് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.